ഹലോ ഗായ്സ്, ലൈഫ് ലിറ്റിൽ ജോയ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്ലെയിൻ സ്പോട്ടിംഗ് കാണാൻ പോകാം ഗായ്സ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് അടുത്ത സ്റ്റേറ്റായ വെർജീനിയ. സോ വെർജീനിയയിൽ അർലിംഗ്ടൺ എന്നൊരു പ്ലേസ് ഉണ്ട്. അവിടെ ഒരു ഗ്രേവിലി പോയിൻ്റ് ഉണ്ട്, ഗ്രേവിലി പാർക്ക്. ആക്ച്വലി ഇതൊരു പാർക്കാണ്. സോ ഗ്രേവിലി പോയിൻ്റ് അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല ക്ലോസ് ആയിട്ട് പ്ലെയിൻ ടേക്ക് ഓഫ് ആവണതും ലാൻഡ് ആവണതും എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. സോ അതുമാത്രമല്ല, അവിടെ അടുത്ത് തന്നെ പൊട്ടോമാക് റിവർ ഉണ്ട്. അതിൻ്റെയും അടിപൊളി ദൃശ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വാഷിങ്ടൺ എത്താറായി ഗൈസ്. കാണുന്നതാണ് ഒരു സൂചി പോലെ ഒരു ടവർ കാണുന്നില്ലേ, സൂചി പോലുള്ള ഒരു മോനയുള്ള ടവർ. അതാണ് വാഷിങ്ടൺ മോണ്യുമെൻറ്റ്. ഇനി കുറച്ച് നേരത്തിൽ ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് കൂടെ ഉണ്ട് ഗ്രാവലി പോയിന്റിലേക്ക്. ഗ്രാവലി പോയിന്റ് സ്ഥിതി ചെയ്യണത് വന്ന് വെർജീനിയയുടെ അർലിംഗ്ടൺ പറയുന്ന സ്ഥലത്താണ്. അർലിംഗ്ടൺ വന്ന് വാഷിങ്ടണിനും രണ്ടുപേരും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. രണ്ട് ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ പറയണത് വാഷിങ്ടൺ DC എന്ന് പറയും. അതും പിന്നെ അടുത്തുള്ള സ്റ്റേറ്റാണ് വെർജീനിയ. ആ വെർജീനിയയും രണ്ടും വന്ന് ഡിവൈഡ് ചെയ്യണത് ആ പൊട്ടോമാക് റിവറാണ്. അപ്പോൾ ഇതൊരു അതിർത്തിയുള്ള ടൗണാണ്. ആ സൈഡിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകണം. നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്കത് പ്ലെയിൻ കാണാൻ തുടങ്ങി. നല്ല ഭംഗിയുള്ള ഒരു പാർക്കാണ്, നല്ല പച്ചപ്പുണ്ട്. നിറയെ ആളുകളോട് വരും കാണാൻ വേണ്ടിയിട്ട്. പാർക്കിങ്ങിൽ കൊണ്ട് കാറ് നിർത്തുക. ഇനിയിപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വ്യൂ കാണാം. ഇത് ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റൺവേ, സെയിം റൺവേ ആണ് ടേക്ക് ഓഫ് ആവുന്നതും ലാൻഡ് ആവുന്നതും സെയിം റൺവേയിലാണ്. നമുക്ക് ഇത്ര അടുത്ത് ക്ലോസ് ആയിട്ട് നമുക്ക് പ്ലെയിൻ കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കുറേ നേരം നമുക്കിത് എൻജോയ് ചെയ്യാം. ഇതാണ് പൊട്ടോമാക് റിവറാണിത് അടുത്തുള്ളത്. അതിൻ്റെ ഭംഗിയും, നല്ല കാറ്റുള്ളൊരു ദിവസമായതുകൊണ്ട് നല്ല വേവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെ പറന്ന് പൊങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ വെയ്ക്ക് ടർബുലൻസ് പറയണ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. അടിയിൽ വന്ന് ആ കാറ്റ് വന്ന് ആ ടർബുലൻസ് വന്ന് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ നമ്മളുടെ ദേഹത്ത് ആ കാറ്റ് അടിക്കണത് നമുക്ക് ഇവിടെ അനുഭവപ്പെടാം. അതാണ് ഒരു പ്രത്യേകത. അടുത്ത് കൂടെയാണ് ഒരു ആൽമോസ്റ്റ് 50 ഫീറ്റ് ടു 100 ഫീറ്റിൻ്റെ ഉള്ളിൽ പറന്ന് പൊങ്ങുമ്പോഴാണ് ഈ സ്ഥലം ഉള്ളത്. നല്ല കാറ്റുള്ളൊരു ദിവസമായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. നമുക്കിവിടെ എത്ര നേരം നിന്നാലും ബോറടിക്കില്ല. ടേക്ക് ഓഫ് ആവുന്നതും ലാൻഡ് ആവുന്നതും കണ്ടോണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ഭംഗിയാണ് നോക്കും. നല്ല നീല കളർ ആകാശം. അതിങ്ങനെ പോയി മറയണ ഫ്ലൈറ്റ്. നിറയെ പാർക്കിൽ നിറയെ ആൾക്കാരുണ്ട്. നല്ല പിക്നിക്കിനൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാർ. കുട്ടികളെ കൊണ്ട് കളിക്കാനും വാക്കിംഗ് ചെയ്യുക, സൈക്ലിംഗ് ചെയ്യുക. നല്ല നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ്. നിറയെ പ്ലെയിൻ ഉണ്ട് എയർപോർട്ടിൽ. ഓരോ 5 to 10 മിനിറ്റ്സിലും ടേക്ക് ഓഫ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ലാൻഡ് ആവുന്നുണ്ട്. അതുപോലെ ലാൻഡ് ആവുന്നു അടുത്തൊരു ഫ്ലൈറ്റ്.
നമുക്ക് സെയിം റൺവേയിലാണ് ലാൻഡ് ആവുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും അത് വന്ന് ലാൻഡ് ആവണതും അടുത്ത് പാർക്ക് ചെയ്യണതെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ പുറത്ത് പോയി ഒരു പിക്നിക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഈ ഒരു വ്യൂ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ ഒരു നല്ല രസമുള്ളൊരു കാര്യമാണ്. നല്ല വെതറും കൂടിയാണ്, അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. ഒരുപാട് വെയിലില്ലേ, നല്ല വെയിലായിരുന്നു, കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ നേരം നമുക്ക് അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. ഉച്ചയായി ഞങ്ങൾ എത്തിയപ്പോൾ, അപ്പോൾ പിന്നെ കുറച്ച് ഈവനിങ് വരെ ഇരിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. റീഗൻ എയർപോർട്ടിന്റെ ഒരു വശം മുഴുവൻ കാണാൻ പറ്റും ഇവിടെ. ഇതൊരു നാഷണൽ എയർപോർട്ടാണ്, അങ്ങനെ പറഞ്ഞ ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. നല്ലൊരു വെതർ, കുറേ ആൾക്കാർ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു വാക്കിംഗ് പ്ലേസ് ആണ്, ഒരു വാക്കിംഗ് ട്രെയിലാണ്, ഹൈവേയുടെ അടുത്തുമാണ്. സോ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വന്ന് ഇനിയൊരു പ്രത്യേകത പറയണത്, ഇത് വന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ പാർക്കൊക്കെ മോസ്റ്റ്ലി ഇതൊക്കെ നാഷണൽ പാർക്കിൻ്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് ഇതൊക്കെ ഫ്രീ ആണ് ആക്സസ്. ഇവിടെ കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പൊട്ടോമാക് റിവർ നോക്കൂ, നല്ല വാട്ടർ ടാക്സിയൊക്കെ ഉണ്ട്, നല്ല ഭംഗിയില്ല. നമുക്ക് 2 ബോട്ട് നല്ല ഭംഗിയായിട്ട് ക്രോസ് ചെയ്ത് പോകണം. അപ്പോഴേക്കും തലയുടെ മുകളിൽ കൂടെ പ്ലെയിന് പോകണം. നിറയെ ആളുകൾ പാർക്കിലുണ്ട്. റിവർ നല്ല ഭംഗിയായിട്ടത്, നല്ല കാറ്റുള്ളത് കൊണ്ടാണ് നല്ല വേവ്സ് ഒക്കെ ഉള്ളത്. അതിൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ നന്നായിരിക്കും. എല്ലാവർക്കും, കുട്ടികൾക്ക് നല്ലൊരു ഫാമിലിയോട് ഒരു ദിവസം വീക്കെൻഡ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, അവിടെ പോയി ഇരിക്കാം. പൊട്ടോമാക് റിവറിൽ വാട്ടർ ടാക്സി യെല്ലോ കളറിൽ കണ്ടത്. അപ്പോൾ നമ്മളതിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് ചുറ്റി നന്നായിട്ട് കണ്ടിട്ട് വരാം. നല്ല വ്യൂ ആയിരിക്കും അതിൽ പോകുമ്പോൾ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കണം. ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.